ഇത് 2011 ഡേറ്റയാണ്. പുതിയ കണക്കുകൾ പ്രകാരം വളരെ കൂടുതലായിരിക്കും ഇതിൽ. ഇപ്പം തന്നെ 2026 എന്ന് പറയുമ്പോൾ 15 വർഷം കഴിഞ്ഞു. ഇതിൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യയിൽ മുസ്ലിം ജനസംഖ്യ കൂടുന്നു. പക്ഷേ മുസ്ലിം ജനസംഖ്യ കൂടിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് വിഭജിച്ച് മാറ്റിയ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഹിന്ദു ജനസംഖ്യ കുറയുന്നു. മുസ്ലിം രാജ്യങ്ങളിലെല്ലാം അമുസ്ലിങ്ങളുടെ ജനസംഖ്യ കുറയുന്നു. അമുസ്ലിം രാജ്യങ്ങളിലെല്ലാം മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടുന്നു. ഇത് ലോകം മുഴുവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇത് പഠന വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. കുറേയെങ്കിലും മുസ്ലിം ജനസംഖ്യ വളർച്ചയെ നിയന്ത്രിക്കുന്നതിൽ വിജയിച്ചിട്ടുള്ളത്, ശാസ്ത്രീയമായ രീതിയിൽ വിജയിച്ചിട്ടുള്ളത്, മനുഷ്യത്വപരമായ രീതിയിൽ വിജയിച്ചിട്ടുള്ളത് അമേരിക്ക, യൂറോപ്പ് പോലത്തെ ചില മുതലാളിത്ത രാജ്യങ്ങൾ മാത്രമാണ്. പിന്നെ ചൈന, ഉത്തര കൊറിയയുടെ കാര്യം പറയാൻ പറ്റില്ല. കാരണം അത് ഫാസിസമാണ്, അടിച്ചമർത്തി വെച്ചേക്കുകയാണ്, വെടിവെച്ച് കൊല്ലും. അത് വേറെ പരിപാടിയാണ്, മനുഷ്യത്വ ഇല്ലായ്മയാണ്. ശാസ്ത്രീയപരമായിട്ട് എങ്ങനെയാണ് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ മുസ്ലിം ജനസംഖ്യ നിയന്ത്രിക്കുന്നതെന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പം അമേരിക്കയിലൊക്കെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കോസ്റ്റ് ഓഫ് ലിവിങ് കൂടുതലാണ്, എല്ലാത്തിനും വളരെയധികം ടാക്സാണ്. ഈ ഫ്രീ കിട്ടുന്ന പരിപാടിയില്ല. നമ്മുടെ ഇന്ത്യയിൽ സത്യം പറഞ്ഞാൽ സോഷ്യലിസമാണ് നടപ്പിലാക്കപ്പെടുന്നത്, കമ്മ്യൂണിസമാണ് നടപ്പിലാക്കപ്പെടുന്നത്. ഈ കമ്മ്യൂണിസവും സോഷ്യലിസവും ഉള്ളിടത്താണ് ഇസ്ലാമിന് എളുപ്പം വളരാൻ പറ്റുന്നത്. കാരണം സൗജന്യം കിട്ടും, ആനുകൂല്യങ്ങൾ കിട്ടും. 20,000 രൂപ വരുമാനമുള്ളവന് 5 കുട്ടിയെ പോറ്റാൻ ഇന്ത്യയിൽ പറ്റും, കേരളത്തിൽ പറ്റും. പക്ഷെ അമേരിക്കയിൽ പറ്റില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. കാരണം നമുക്കിവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പം മതപരമായി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഹിന്ദുക്കൾ മാസം 2 ലക്ഷം രൂപ വരുമാനമുള്ളവൻ ടാക്സ് അടച്ചിട്ട് ഒരു കുട്ടിയായിട്ട് ജീവിക്കും. അവൻ കൊടുക്കുന്ന ടാക്സ് പൈസ സ്കൂളും കോളേജും ഹോസ്പിറ്റലും ഒക്കെ ആയിട്ട് ഗവൺമെൻറ് സബ്സിഡി, റേഷൻ കട ഓരോന്നായിട്ട് ഇവർക്ക് തന്നെ കിട്ടും. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർ വളരും. ഇതാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരൊരു പ്രത്യേക അനുപാതം വളർച്ച വരെ എത്തുന്നവരെ അതിശക്തമായ രീതിയിൽ സോഷ്യലിസം, കമ്മ്യൂണിസം നടപ്പിലാക്കുന്നതാണ്. അത് പ്രത്യേക അനുവാദം എന്നുള്ളതല്ല കേട്ടോ. ഈ മുസ്ലിം രാജ്യങ്ങളിലെല്ലാം ഉണ്ട് ഈ കമ്മ്യൂണിസവും സോഷ്യലിസവും. എന്ന് വെച്ചാൽ അത് മതേതരത്വമല്ല, ഞാൻ പറയുന്നത് സാമ്പത്തികം എന്നുള്ള രീതിക്ക് മാത്രമാണ്. മതേതരത്വം എന്നുള്ള രീതിക്കല്ല. അതായത് ഇങ്ങനെ